നമസ്തേ. വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൃതസഞ്ജീവിനി സൂക്തം ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഋഷി നാരായണ ഋഷി, ഉഷ്ണിച്ഛന്ദ, രുദ്രഹ ദേവത, ഋഷഭ സ്വര. ഇനി എന്താണ് മന്ത്രം നോക്കാം. ഓം ത്ര്യായുഷം ജമദഗ്നേ കശ്യപസ്യ ത്ര്യായുഷം യദ്ദേവേഷു ത്ര്യായുഷം തന്നോ അസ്തു ത്ര്യായുഷം. എന്താണ്? ഓം ത്ര്യായുഷം ജമദഗ്നേ കശ്യപസ്യ ത്ര്യായുഷം യദ്ദേവേഷു ത്ര്യായുഷം തന്നോ അസ്തു ത്ര്യായുഷം. ഒന്നുകൂടി ചൊല്ലാം. ഓം ത്ര്യായുഷം ജമദഗ്നേ കശ്യപസ്യ ത്ര്യായുഷം യദ്ദേവേഷു ത്ര്യായുഷം തന്നോ അസ്തു ത്ര്യായുഷം. യജുർവേദത്തിലെ 3-ാം അധ്യായത്തിലെ 62-ാമത്തെ മന്ത്രമാണ് ഇത്. 3-ാം അധ്യായത്തിലെ 62-ാമത്തെ മന്ത്രം. എന്താണ് മന്ത്രത്തിന്റെ അർത്ഥം? യത്, എന്തൊന്നാണോ. യതെന്ന് പറഞ്ഞാൽ എന്തൊന്നാണോ. ജമദഗ്നേഹേ, ജമദഗ്നേഹേ, ജമദഗ്നിയുടെ അഥവാ ജഠരാഗ്നിയിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏതെങ്കിലും ഋഷിയുടെ പേരാണ് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ വേദത്തിൽ ചരിത്രമുണ്ട് എന്നുള്ളതാണ് തെറ്റിദ്ധരിക്കുക. കാരണം ഏതൊക്കെയോ ഋഷിമാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ. അപ്പം ജമദഗ്നി എന്ന് പറയുന്ന ഋഷിയുണ്ട് പിന്നീട് പുരാണത്തിൽ. പക്ഷെ ആ ഋഷി ഇവിടെ എന്താണെന്നറിയോ? ജമദഗ്നിയുടെ അഥവാ ജഠരാഗ്നിയെ സാത്വികാഹാരത്താൽ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന വ്യക്തിയുടെ, സാത്വികാഹാരത്താൽ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന വ്യക്തിയുടെ ജമൻ ഹുതഭക്ഷണശീല പ്രജ്വലിത അഗ്നി എന്ന് കൽപ്പദ്രുമത്തിൽ കാണുന്നുണ്ട്. ജമൻ ഹുതഭക്ഷണശീല പ്രജ്വലിത അഗ്നി. ജമൻ ഹുതഭക്ഷണശീല പ്രജ്വലിത അഗ്നി കൽപ്പദ്രുമത്തിൽ പറഞ്ഞാൽ ഭക്ഷണമാകുന്ന ഹവിസ്സിനെ ഭക്ഷിക്കുന്ന ജഠരാഗ്നിയെയും ആ ജഠരാഗ്നിയെ പരിപാലിക്കുന്നവനെയും ജമദഗ്നി എന്ന് വിളിക്കാം എന്ന് പറയുകയാണ്. അപ്പൊ ആരാണ് ജമദഗ്നി? ഭക്ഷണമാകുന്ന ഹവിസ്സിനെ ഭക്ഷിക്കുന്ന ജഠരാഗ്നിയെയും ആ ജഠരാഗ്നിയെ പാലിക്കുന്നവനെയും ജമദഗ്നി എന്ന് വിളിക്കാം. ഇവിടെ ഋഷിയുടെ പേര് എന്ന അർത്ഥത്തിലെടുക്കരുത് എന്ന് മനസ്സിലായല്ലോ. ത്രിയായുഷം, 3 ആയുസ്സുള്ളത്. ത്രിയായുഷം എന്ന് പറഞ്ഞാൽ 3 ആയുസ്സുള്ളത്. കശ്യപസ്യ, ഇനി വീണ്ടും ഇത് മറ്റൊരു ഋഷിയുടെ പേരാണ് കശ്യപൻ, അല്ലേ? കശ്യപ ഗോത്രം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കശ്യപൻ, പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു സംഗതിയല്ല. അതാണ് വേദത്തിൽ ചരിത്രമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അപാകങ്ങളാണിത്. അതായത് ഓരോ ആളുകളും പല സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ പേര് കാണും. ആ പേരൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പറയും വേദകാലത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു, അത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണ്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ അർത്ഥം. അത് മനസ്സിലാവണമെങ്കിൽ നിരുക്ത ശാസ്ത്രവും നിഘണ്ടുവും ഒക്കെ നോക്കിയാൽ ഇത് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. കശ്യപസ്യ, കശ്യപന്റെ അഥവാ ആമ ശരീരാംഗങ്ങളെ തോടിന് ഉള്ളിലേക്ക് വലിക്കും പോലെ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ച് അന്തർമുഖമാക്കി ജീവിക്കുകയും മറ്റാരാം കാണാത്ത സൂക്ഷ്മമായതിനെ എല്ലാറ്റിനെയും അന്തർദൃഷ്ടിയിൽ കാണുകയും ചെയ്യുന്നവൻ എന്നാണ് കശ്യപ ശബ്ദത്തിന്റെ അർത്ഥം. ആരാണ് കശ്യപൻ എന്ന് പറഞ്ഞാൽ? ശരീരാംഗങ്ങളെ, ഈ ആമ എങ്ങനെയാണോ അതിൻ്റെ തോടിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ ശരീരാംഗങ്ങളെയൊക്കെ വലിച്ച് എടുക്കുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹാരം ചെയ്ത്, നമ്മൾ യോഗസൂത്രത്തിൽ പ്രത്യാഹാരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ പ്രത്യാഹാരം ചെയ്തിട്ട് അന്തർമുഖമായിട്ട് ജീവിക്കുക, അന്തർമുഖമായി ജീവിക്കുക. മറ്റാരും കാണാത്ത സൂക്ഷ്മമായതിനെ എല്ലാറ്റിനെയും അന്തർദൃഷ്ടിയിൽ കാണുക. ശതപഥ ബ്രാഹ്മണത്തിൽ, ശതപഥ ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശതപഥ ബ്രാഹ്മണം എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഭാഷ്യമായിട്ടാണ് കണക്കാക്കുക. അവിടെ പറയുന്നത് കശ്യപോ വൈ കൂർമഹ. കശ്യപൻ എന്താണ്? കശ്യപോ വൈ കൂർമഹ. ഈ കൂർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ആമയാണ്. അപ്പൊ ആമയെപ്പോലെ ഈ പ്രത്യാഹാരം ചെയ്യുന്ന യോഗി, ഉപാസകൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹാരം ചെയ്ത് അന്തർമുഖമായി ജീവിക്കുകയും എന്നാൽ മറ്റാരും കാണാത്ത സൂക്ഷ്മമായതിനെ എല്ലാറ്റിനെയും അന്തർദൃഷ്ടിയിൽ കാണുകയും ചെയ്യുന്ന ആ ശക്തിയെയാണ് കശ്യപൻ എന്നിവിടെ വിളിക്കുന്നു.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ തൈത്തിരീയ ആരണ്യകത്തിൽ അവിടെയും പറയുന്നുണ്ട് കശ്യപഃ പശ്യകോ ഭവതി യത് സർവം പരിപശ്യതീതി സൗക്ഷ്മ്യാത് എന്ന് പറയുന്നുണ്ട് തൈത്തിരീയ ആരണ്യകത്തിൽ. കശ്യപഃ പശ്യകോ ഭവതി യത് സർവം പരിപശ്യതീതി സൗക്ഷ്മ്യാത് എന്ന് പറയും. ആ രണ്ടർത്ഥമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചാൽ മാത്രം. അപ്പോൾ ഇവിടെ ശതപഥ ബ്രാഹ്മണവും അതേപോലെ തന്നെ തൈത്തിരീയ ആരണ്യകവും മനസ്സിലാക്കിയാലേ നമുക്ക് ഈ കശ്യപ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പുരാണത്തിൽ പ്രസിദ്ധമായ കശ്യപനാണ് അത് എന്നും ജമദഗ്നിയാണെന്നും ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നിട്ട് പറയാണ് ത്രയായുഷം 3 ആയുസ്സുള്ളത്. ദേവേഷു ദേവന്മാരിലെ ജ്ഞാനികളിലെ എന്താണ് ഈ ദേവേഷു വിദ്വാംസോ ഹി ദേവഃ എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിദ്വാംസോ ഹി ദേവഃ, വിദ്വാൻമാർ തന്നെയാണ് ദേവന്മാര്. വിദ്വാൻമാർ പലതരത്തിലുള്ള വിദ്യകൾ അറിയുന്നവരാണ് വിദ്വാൻമാരല്ലേ. ആ വിദ്വാൻമാരെയാണ് എവിടെ എന്ന് പറയുന്നത് ദേവേഷു എന്ന് പറയുന്നിരിക്കുന്നത്. 3 ആയുഷം 3 ആയുസ്സുള്ളത്. തദത്രായുഷം ആ 3 ആയുസ് നഹാസ്തു ഞങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ് ഈ പറഞ്ഞ മന്ത്രത്തിൽ. ഇവർക്കൊക്കെ 3 ആയുസ് ഉണ്ടാവും. ആ 3 ആയുസ് നമുക്കും ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ സംസാരിച്ച ത്രായുഷം എന്നതിന് പല രീതിയിൽ പൂർവാചാര്യന്മാര് വ്യാഖ്യാനം പറഞ്ഞതായിട്ട് കാണുന്നു. ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ 3 ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണായുസ് എന്നാണ് ഉവ്വടനും മഹീധരനും നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. ഉവ്വട ആചാര്യൻ, മഹീധരാചാര്യൻ തുടങ്ങിയവർ നൽകിയ അർത്ഥം അങ്ങനെയാണ്. ബാല്യം, യൗവനം, വാർദ്ധക്യം 3 ഘട്ടങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് പൂർണ്ണായുസ്. ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ 3നെയും സംബന്ധിച്ച് പൂർണ്ണായുസ് എന്നൊരു വ്യാഖ്യാനം വളരെ പ്രസിദ്ധനായ ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനം എഴുതിയ, വേദഭാഷ്യം എഴുതിയ ശ്രീ ഹരിശരൺ സിദ്ധാന്ത അലങ്കാർ നൽകുക. 3 മടങ്ങ് ആയുസ് എന്നാണ് മഹർഷി ദയാനന്ദന്റെ വ്യാഖ്യാനം. അതായത് ഒരു പൂർണ്ണായുസ് 100 വർഷമാകുമ്പോൾ ത്രിയായുഷം എന്നത് 300 വർഷം എന്നാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏതായാലും ഞാനതോടെ ഒരു ടിപ്പണിയായി പറഞ്ഞു തീർത്തു എന്ന് മാത്രം. ഓം ത്രിയായുഷം ജമദഗ്നേ കശ്യപസ്യ ത്രിയായുഷം യദ്ദേവേഷു ത്രിയായുഷം തന്നോ അസ്തു ത്രിയായുഷം. യത് എന്തൊന്നാണോ ജമദഗ്നേഹേ ജമദഗ്നിയുടെ അഥവാ ജഠരാഗ്നിയിൽ സാത്വിക ആഹാരത്താൽ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന വ്യക്തിയുടെ ഭക്ഷണമാകുന്ന ഹവിസ്സിനെ ഭക്ഷിക്കുന്ന ജഠരാഗ്നിയെയും ആ ജഠരാഗ്നിയെ പാലിക്കുന്നവനെയുമാണ് നമ്മൾ ജമദഗ്നി എന്ന് വിളിക്കുന്നത്. ആ ജമദഗ്നി 3 ത്രിയായുഷം 3 ആയുസ്സുള്ളതാണ്. കശ്യപന്റെ അഥവാ ആമ ശരീരാംഗങ്ങളെ തോടിന് ഉള്ളിലേക്ക് വലിക്കും പോലെ ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രത്യാഹരിച്ച് അന്തർമുഖമാക്കി ജീവിക്കുകയും മറ്റാരും കാണാത്ത സൂക്ഷ്മമായതിനെ എല്ലാറ്റിനെയും അന്തർദൃഷ്ടിയിൽ കാണുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ശതപഥ ബ്രാഹ്മണത്തിൻ്റെയും തൈത്തിരീയ ആരണ്യകത്തിലെയും വ്യാഖ്യാനങ്ങളെ എടുത്തുകൊണ്ട് പറഞ്ഞ് ത്രിയായുഷം 3 ആയുസ്സുള്ളതായി ദേവേഷു ദേവന്മാരിലെ ജ്ഞാനികളിലെ ത്രിയായുഷം 3 ആയുസ്സുള്ളത്. അവർക്കൊക്കെ ഉള്ള ത്രിയായുഷം ആ 3 ആയുസ് ഞങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് ഈ മനോഹരമായ സൂക്തത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമായിട്ട് മാറുകയാണ് ഈ സൂക്തം. അസാധാരണമായൊരു സൂക്തമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 16 സൂക്തങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ പ്രകൃതിയെ സംബന്ധിച്ച്, ഈ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ, അനവധി മനഃശാസ്ത്രപരമായ പ്രസ്താവനകൾ നമ്മൾ അവിടെ കണ്ടു. അങ്ങനെ മൃതമായി കിടക്കുന്ന ആളുകളെ ജീവനത്തിലേക്ക് ഉയർത്തുന്ന അസാധാരണമായ ഈ സൂക്തം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അനുവാചകരും എന്നെ കാണുന്നവരും എന്നെ പ്രേക്ഷകരും എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പരംപിതാവായ പരമാത്മാവിൻ്റെ അത്ഭുതമായ ആ കാവ്യ സൗഭഗത്തെ നമുക്ക് സർവർക്കുമായി വിതരണം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മൃതസഞ്ജീവനി സൂക്തം കേരളത്തിലാദ്യമായി, മലയാളത്തിലാദ്യമായി, ഭാരതത്തിലാദ്യമായി യൂട്യൂബിൽ വരികയാണ്. ലോകത്തിൽ ഇന്ന് വരെ യൂട്യൂബിൽ ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രപരമായ നിർണായകമായ ഒരു കാൽവെപ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്.
എല്ലാവരിലേക്കും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യാൻ പറയുക, നിങ്ങൾ കമൻ്റ് ഇടുക, സർവരിലേക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ വേദപ്രചരണം ഒരു വലിയ വിജയകരമാക്കി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആത്മനമസ്കാരം സമർപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും പൂർവ്വസൂരികളുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടുമാണ്. അവരുടെ എല്ലാം ആ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ, അവരുടെ തൃപ്പാദങ്ങൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നമസ്തേ. ഓം.